It was quite interesting to watch the election. In the beginning, the Prime Minister and all the BJP leaders were saying 400, then 300, then 200. നേരത്തെയും പറഞ്ഞതുപോലെ ഇലക്ഷന്റെ തുടക്കത്തിൽ ഭയങ്കര രസകരമായിരുന്നു. നമ്മൾ ഇലക്ഷൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആദ്യം 400-ലധികം സീറ്റുകളെന്ന് പ്രധാനമന്ത്രിയും BJPയുടെ ആൾക്കാരും പറഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളെന്ന് പറഞ്ഞു, പിന്നെ 200-ലധികം സീറ്റുകളെന്നും പറഞ്ഞു. Then, towards the end of the election, the Prime Minister started having interviews with his friendly media houses. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ? തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളോ അഭിമുഖങ്ങളോ ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 sycophantic journalists would sit and the Prime Minister would talk to them. പ്രധാനമന്ത്രിയെ കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും. അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറിച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. Same Prime Minister who has not done a press conference in the last 10 years was suddenly doing these interviews. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്, ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ 3-4 ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിലിരുന്ന് ഈ സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. Fantastic questions were coming. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. Somebody was asking the Prime Minister, how do you like to eat mangoes? ചിലര് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, മാങ്ങ, അതായത് മാമ്പഴം താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? അതിലൊരു ചോദ്യമായിരുന്നു. Do you like to cut the mango or do you like to peel the mango or do you like to suck the mango? നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ താങ്കൾക്ക് ഇഷ്ടം, അതോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം, അതല്ലാതെ മാമ്പഴം എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം? അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. Somebody asked the Prime Minister, there is a lot of inequality in India. What do you think about the fact that few people are becoming very rich and everybody else is becoming poor? മറ്റൊരാൾ ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് വളരെയധികം അസമത്വമുണ്ട്, കുറെ ആളുകൾ വളരെയധികം സമ്പന്നരായി മാറുന്നു, പക്ഷെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവർ ദരിദ്രരായി മാറുന്നു, എന്താണ് ഇതിന് കാരണം? താങ്കൾ And then the Prime Minister thought for 30 seconds, like thinking. And then he said, what do you want me to do? Do you want me to make everybody poor? അതുമാത്രമല്ല, ഈ ചോദ്യം കേട്ടിട്ട് പ്രധാനമന്ത്രി കുറെ നേരം ഇങ്ങനെയൊക്കെ ആലോചിച്ചു, കുറെ ആലോചിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സമ്പന്നരായ മനുഷ്യരെയല്ല ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. And then in the middle of this drama, the most fantastic thing he said. അത് മാത്രമല്ല, ഈ നാടകം നടക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. One of the journalists asked him, how do you take such difficult decisions? ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? Notice he didn't say intelligent decisions. He said difficult decisions. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Like demonetization, like a bad GST. അതായത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽപ്പെടുത്തി ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. And the Prime Minister again thought about it and then he answered, I don't take any decisions. പ്രധാനമന്ത്രി അതിനെപ്പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്, ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല. He said, God tells me what to do. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. I am not a biological person. ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല. Everybody else in India is a biological person, has a mother and a father, but the Prime Minister said, no, I am not a biological person. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും നമ്മൾ എല്ലാവരും എന്താണ് ജീവശാസ്ത്രപരമായി ഉണ്ടായവരാണ്, നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ അങ്ങനെ ഉണ്ടായതല്ല, ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before I take a decision, God tells me what to do. ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I was thinking, what an interesting God the Prime Minister has. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. Every decision he tells him to take benefits Adani or Ambani. ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനം കൊണ്ട് ഗുണമുണ്ടാവുന്നത് ആർക്കാ?
അദാനിക്കും അംബാനിക്കും അങ്ങനെയുള്ള ഒരു ദൈവത്തെ വെച്ച് ഞാൻ എന്ത് രസകരമാണെന്ന് This ആലോചിക്കുക. Narendra Modi's God does not want to help farmers, does not want to help poor people, does not want to help workers, does not want to help unemployed youngsters, just wants to help Adani and Ambani. അത് എന്ത് കൗതുകകരമാണ്. ഈ നരേന്ദ്രമോദിയുടെ ദൈവത്തിന് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ ദൈവത്തിന് അദാനി അംബാനി മാത്രം സഹായിക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. അത് വളരെ കൗതുകകരമാണ്. Imagine the arrogance of the Prime Minister. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക.